ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇൻസുലേറ്റഡ് ആയ കോപ്പർ വയറിൽ നിന്ന് നമ്മൾ കോപ്പർ എങ്ങനെ എടുക്കാമെന്നുള്ള ചെറിയൊരു ടെക്നിക്കലായിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ അത്രയും വിലയൊക്കെ പിടിക്കാതെ നമ്മൾ ചെറിയ ബ്ലേഡ് അതേപോലെ സ്ക്രൂ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഫ്യൂസ് കെട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും വയറെടുക്കാനൊക്കെ കുറച്ച് കത്തിയൊക്കെ എടുത്ത് വലിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് കോപ്പറിൽ നിന്ന് വയറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനത്തെ വയറിൽ നിന്ന് നമുക്ക് എത്ര കോപ്പറും നമുക്ക് ഈ അനായാസമായിട്ട് എടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നിസ്സാരമായ നമുക്ക് സാധാരണ ബ്ലേഡ്, അപ്പോൾ 1.25-2 രൂപ വരുന്ന ഈ ഒരു ബ്ലേഡ്, അതേപോലെ തന്നെ സാധാരണ 2 ജിപ്സം സ്ക്രൂ, അതേപോലെ ആ ജിപ്സം സ്ക്രൂവിന് നമ്മളെ ബ്ലേഡും ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് 2 ചെറിയ ഇങ്ങനത്തെ വാഷർ, അതേപോലെ തന്നെ 2 നെയില്, അതായത് നമ്മൾ സ്റ്റീലിൻ്റെ അല്ല വളയുന്ന ടൈപ്പ് ആണി വേണം നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിത് വളച്ചിട്ട് വേണം അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നേരെ ഇതുപോലത്തെ ഒരു പലക എടുക്കുക. ആ പലകയിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആണി നേരെ ഈ ഒരു ബ്ലേഡിൻ്റെ, അതായത് ബ്ലേഡിൽ നിങ്ങൾക്ക് കാണാൻ 2 ഹോളുണ്ട്, ആ ഹോളിലേക്കാണ് നമ്മൾ സ്ക്രൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് 2 സ്ക്രൂവിൻ്റെയും 2 ഒരു ചെറിയ ഗ്യാപ്പ് വെച്ചിട്ട് ആണി ഇതുപോലെ വളച്ചെടുക്കുക. അതേപോലെ തന്നെ ചെറിയൊരു 2 ഇഞ്ച് ഗ്യാപ്പിൽ മറ്റൊരു ആണിപാട് അടിച്ച് ഇതുപോലെ വളച്ചെടുക്കാം. ഈ വളച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു ആണി വളയ്ക്കുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെ വയർ പോകാനുള്ള ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗേജ് കൂടിയതാണെങ്കിൽ എസോഡിയം ഗേജ് കൂടിയ ആണി യൂസ് ചെയ്യുക. ഞാനൊരു ആവറേജ് ഉള്ള ഒരു ആണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കോൺക്രീറ്റ് ആണി യൂസ് ചെയ്ത് നമുക്ക് വളയാൻ പ്രയാസമാണ്. അപ്പോൾ ഈ ഒരു ബ്ലേഡിൻ്റെ ഈ ഒരു 2 അറ്റത്ത് നമുക്ക് കാണാം 2 സ്ക്രൂ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പിന് ഒരു ഹോൾ കാണാം. ഈ ഒരു ഹോളിൽ കൂടെയാണ് നമ്മൾ ജിപ്സം സ്ക്രൂ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ്, അതായത് ആ ഹോള് 2 സൈഡിലെ ഹോള് നമ്മൾ സ്ക്രൂ ചെയ്യുന്ന ഗ്യാപ്പ് നോക്കിയിട്ട് വേണം ആണി. അപ്പോൾ ആണീൻ്റെ ആ വളച്ച ആണിയുടെ മുകളിലാണ് നമ്മുടെ ഈ ഒരു ബ്ലേഡ് നിൽക്കേണ്ടത്. അപ്പോൾ ബ്ലേഡ് നിൽക്കുന്നത് എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് കാണാം വയർ വലിക്കുന്ന നേരത്ത് നിന്ന് ശ്രദ്ധിച്ചറിയാം. അപ്പോൾ ഈ ഒരു 2 ആണിയുടെയും ഗ്യാപ്പിലേക്കാണ് നമ്മൾ സ്ക്രൂ ചെയ്തത്, വാഷർ ഇട്ടിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 2 വാഷറിൻ്റെയും ഇട്ട് സ്ക്രൂ ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം നടുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാകുന്നത് കാണാം. ആ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് നമ്മൾ വയർ വലിച്ചിട്ട് അതിൽ നിന്ന് അതിൻ്റെ സ്ലീവ് പോക്കിയിട്ട് നമുക്ക് സ്ക്രൂ എടുക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഒരു ബ്ലേഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് യൂസ് ചെയ്യണം. ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്യാതിരുന്നതുകൊണ്ട് കൈ ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വയർ വലിക്കുന്നത് പ്രത്യേകിച്ചും ഗ്ലൗസ്, നല്ല ഗേജുള്ള ഗ്ലൗസ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ചെറിയൊരു ഫ്യൂസിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു ഇങ്ങനെ ചെയ്യും പോലെ ആണെങ്കിൽ നമുക്ക് കത്തിയും പിന്നെ സാധാരണ നമ്മൾ സ്റ്റിപ്പറൊക്കെ ആണെങ്കിൽ തന്നെ കുറച്ച് പ്രയാസമാണ് വലിച്ചെടുക്കുക. ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് വലിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് മോൾ ഭാഗം ഒന്ന് പൊക്കി കൊടുക്കുക, ഉള്ളിലേക്ക് ഇടുക, മോൾ ഭാഗം ജസ്റ്റ് ഒന്ന് പൊക്കിക്കുക. വേണമെങ്കിൽ ആ പൊക്കി എടുക്കുന്ന ഭാഗത്ത് നമ്മൾ ചെറിയൊരു പെന്ന് പോലെ ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ ജസ്റ്റ് വലിച്ചാൽ നമുക്ക് കാണാം ഇതുപോലെ ഈസി ആയിട്ട്, ഇത്രയും അനായാസമായിട്ട് നമുക്ക് കോപ്പർ ഈസി ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ സ്ക്രാപ്പിൽ കൊടുക്കാനാണ് ഇതുപോലത്തെ വയറുണ്ടെങ്കിൽ, അപ്പോൾ എത്ര ഗേജുള്ള വയറായാലും നമുക്ക് ഇതിൽ നിന്ന് യൂസ് ചെയ്യാം. ഞാൻ കോഡ് വയർ സാധാരണ ഇപ്പോൾ 1.5 വയറാണ് വരുന്നത്. മറ്റേത് റെഡ് നമ്മൾ ആദ്യം ചെയ്തത് 1 സ്ക്വയർ വയറാണ്. അപ്പോൾ അതുപോലെ 2.5 വയറാണെങ്കിൽ നമുക്ക് ഗേജ് അനുസരിച്ച് നമുക്ക് ഈ ഒരു ബ്ലേഡിൻ്റെ ഹോൾസ് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ സാധാരണ ബ്ലേഡ് ബൾജാവുന്നത് കൊണ്ട് നമുക്ക് അനായാസമായ ഏത് വയർ നമുക്ക് കയറ്റാം. അപ്പോൾ നമ്മൾ ഒരു കോഡ് വയറും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രേ പണിയുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര നീളത്തിലുള്ളാണെങ്കിലും ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റിയിട്ടിട്ടില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഫുള്ള് കൂടുതലുള്ള റോളായതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട് അങ്ങോട്ട് കയറ്റി. അല്ലെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വലിയ ഭാഗം അപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് മെല്ലെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര മീറ്റർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ബ്ലേഡിൻ്റെ മൂർച്ചയ്ക്ക് അനുസരിച്ചാണ്. അപ്പോൾ മൂർച്ച കഴിയുന്ന സമയത്ത് വേറെ ബ്ലേഡ് ഇതേപോലെ സ്ക്രൂ ചെയ്യുന്നതാണ് ആണി അടിക്കാതെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്ലേഡ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിപ്സം സ്ക്രൂ യൂസ് ചെയ്ത് ടൈറ്റർ ഉപയോഗിച്ച് ചെയ്ത്. അപ്പോൾ നമ്മൾ സാധാരണ സ്ക്രൂ ഡ്രൈവർ ആയാലും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാകും. ഇനി നമുക്കത് ഒരു കോഡ് വയർ, ചെറിയൊരു കോഡ് വയറിൻ്റെ പീസ് ഉണ്ട്, നമുക്കത് അതൊന്ന് വെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരു പീസ് കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഇതിൻ്റെ ഇൻസുലേറ്ററാണ്, അത് കട്ട് ചെയ്തിട്ട് നമ്മൾ അതുപോലെയും കട്ട് ചെയ്യാം നമുക്ക്. നമ്മൾ 2 കോർ ആയാലും 3 കോർ ആയാലും കോഡ് വയർ ആയാലും നമ്മളിനി ഒപ്റ്റിക്കൽ കേബിളോ ഇനിയിപ്പോൾ അല്ലെങ്കിൽ സാധാരണ നമ്മൾ കേബിളിൻ്റെ കണക്ഷൻ, അതേപോലെ തന്നെ നമ്മളെ ക്യാമറ വയർ, ഇതൊക്കെ നമ്മൾ ഇതുപോലെ വലിച്ചെടുക്കാം. പക്ഷെ വലിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു നാക്കിൽ വേണം വലിക്കാൻ തോൽഭാഗം. അപ്പോൾ ഞാനിവിടെ സ്ലീവ് വലിച്ച മോൾ ഭാഗം തന്നെ വലിച്ചപ്പോൾ നീലേൻ്റെ ഒരു 2 വയറിൽ ഒരു നീലേൻ്റെ ഒരു ഭാഗം ചെറുങ്ങനെ കട്ടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രാപ്പിൽ വലിക്കാനാണെങ്കിൽ ഇത് ഈസി ആയിട്ട് എടുക്കും. അല്ലാതാണെങ്കിൽ നമുക്ക് നാക്കിൽ ഏകദേശം ഇതിൽ കട്ട് ചെയ്യണം, ഏകദേശം ഒരു അളവ് നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യണം, അടിയിൽ എന്തെങ്കിലും വെച്ചിട്ട്. അപ്പോൾ നമ്മളെ ചെയ്ത സമയത്ത് ഈ ഒരു ബ്ലേഡ് നമ്മുടെ കൈക്ക് കുടുങ്ങി, അതാണ് പറഞ്ഞത്. ഏകദേശം നമ്മൾ കയ്യോറ എന്തെങ്കിലും ഒന്ന് ഇടണം. അപ്പോൾ ബ്ലേഡ് അത്രയും അപകടകാരിയാണ്. അപ്പം ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മളെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതുപോലത്തെ നല്ല വീഡിയോ കാണാം. ഓക്കെ, ബൈ, സി യു.